മഴതോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ്റെയും ഗോവർദ്ധൻ്റെയും കാറ് ഗേറ്റ് കടന്നു വരുന്നു. അതിനുശേഷം ഗോവർദ്ധനൻ ബാലചന്ദ്രനും കൂടി ഇറങ്ങും. അപ്പോൾ ഗോവർദ്ധൻ്റെ മുഖം കാണുമ്പോൾ ബാലചന്ദ്രന് മനസ്സിലായി ഭയങ്കര ടെൻഷനുണ്ടെന്ന്. എന്താടോ തനിക്ക് ഭയങ്കര ടെൻഷനുണ്ടോ? ഉണ്ട് എന്ന് പറയും. ബാലേട്ടനെ ആലോചിച്ചിട്ടാണ് ഇപ്പം എൻ്റെ ടെൻഷൻ. എന്നെ ആലോചിച്ച് താൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പിന്നൊരു കാര്യം, നമ്മൾ പോയ കാര്യം, നമ്മൾ പറഞ്ഞ കാര്യം, നമ്മൾ കണ്ട കാര്യം ഒന്നും മൂന്നാമതൊരാളറിയരുത്. എനിക്കിപ്പോൾ അത് മാത്രം പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് അലീന. ചിലപ്പോൾ തന്നോട് ചോദിക്കും എവിടെ പോയതെന്നൊക്കെ. ആ അച്ഛനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ശരി ബാലേട്ടാ, ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയും. അങ്ങനെ അവരകത്തേക്ക് കയറും. അലീന, മോളെ അലീന എന്ന് വിളിക്കും ബാലചന്ദ്രൻ. അപ്പോൾ കൃഷ്ണമോൾ വരും. ഓ അച്ഛൻ വന്നാന്ന് ചോദിക്കും. ആ വന്ന്. രോഹിത്തിനോട് പോയി കഴിഞ്ഞിട്ട് ആ മുകളിൽ നിന്ന് ആ കാറിൻ്റെ കീ മേടിച്ചുകൊണ്ട് പോയോ, അങ്കിളിന് പോകാനാണെന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വണ്ടി അവർ എറണാകുളത്തിന് കൊണ്ടുപോയ വണ്ടിയും കൊണ്ട് പോയാൽ മതിയെന്ന്. അപ്പോഴത്തേനും അലീന കിച്ചണിൽ നിന്ന് ഇങ്ങനെ വരുന്നു, പതുക്കനെ നടന്ന്. ആദ്യം അലീനയുടെ മുഖം ഇങ്ങനെ കാണിക്കണേ. അപ്പോൾ ഗോവർദ്ധനാണെങ്കിൽ ഭയങ്കര വിഷമം. അലീനനെ കണ്ടപ്പോൾ ഒരു സഹതാപവും. സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ പാവം. ഒരുപാട് സ്വത്തൊക്കെ ഉണ്ട് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ, പക്ഷേ കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗോവർദ്ധനൻ സങ്കടത്തോടെ അലീനനെ നോക്കണം. പറയും, ആ ദേ ഗോവർദ്ധന് നല്ലൊരു ചായ നിൻ്റെ കൈ കൊണ്ട് കൊടുക്കണം, എന്നിട്ട് ആളെ വിടാവൂ. ഞാനേ മുകളിൽ പോട്ടെ, പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറയും. അച്ഛന് നല്ല ക്ഷീണമുണ്ടല്ലോ, അച്ഛന് ഒരുപാട് വണ്ടി ഓടിച്ചോ, യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമാണ്. എവിടേക്കാണ് അച്ഛൻ പോയ കാര്യമൊക്കെ നടന്നോ? ആ നടന്നെന്നും പറയാം, നടന്നില്ല എന്ന് പറയാം, അതിപ്പോൾ അറിയാൻ പറ്റില്ല എന്ന് പറയും. ഞാനൊന്ന് പോട്ടെ എന്ന് പറയും. ബാലചന്ദ്രൻ പോകും. അപ്പോഴത്തേനും രോഹിത്ത് കീ ചെയിനുമായി വരും. അപ്പോൾ അലീന ചായ എടുക്കാൻ പോകും. പിന്നെ ബബിതൊക്കെ വരും. എവിടേക്കാണ് അങ്ങളെ പോയേ എന്ന് ചോദിക്കും. അത് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി, അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറയാത്ത, എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറയും. അലീന ചേച്ചിക്ക് വേണ്ടിയുള്ള ഷെൽട്ടർ കണ്ടുപിടിച്ചോ എന്നും കൃഷ്ണമോൾ ചോദിക്കും. അതൊന്നും എന്നോട് ചോദിക്കേണ്ട, ഒക്കെ അച്ഛനോട് ചോദിച്ചാൽ മതി, ബാലേട്ടനെല്ലാം പറയും. എനിക്കൊന്നും അറിയില്ല, ഞാൻ വെറും ഡ്രൈവർ മാത്രമായിരുന്നു എന്ന് പറയും. അതൊന്നല്ല, അങ്കിളുടെ മുഖം കണ്ടാലറിയാം അലീന ചേച്ചീന് വേറെ എവിടേക്കോ ആക്കാനുള്ള സെറ്റപ്പൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയും. ഗോവർദ്ധനൻ അവിടെ ഒന്നും മിണ്ടാതെ രക്ഷപ്പെട്ടാൽ മതി എന്നാവും. അപ്പോഴത്തേന് അലീന ചായ കൊണ്ടുവരും. അച്ഛൻ്റെ മധുരത്തിലാണ് എടുത്തത്, അങ്കിളിന് കുറച്ചും കൂടെ മധുരം വേണമെങ്കിൽ ഇട്ട് തരാമെന്ന് പറയും. വേണ്ട, ഇത് മതി, പാകത്തിനാണെന്ന് പറയും. എന്നിട്ടും ദയനീയമായിട്ട് തന്നെ അലീനയുടെ മുഖത്തേക്ക് നോക്കണ് ഗോവർദ്ധനൻ. അതിനുശേഷം വേഗം ചായ കുടിച്ച് കപ്പൊക്കെ കൊടുത്ത് പോകണം. എസ്കേപ്പ് ആവണല്ലേ എന്ന് കൃഷ്ണമോൾ ചോദിക്കും. പക്ഷേ നമ്മുടെ ഗോവർദ്ധനൻ അവിടെ നിന്ന് രക്ഷപ്പെടണം, ഒന്നും മിണ്ടാണ്ട്. വാതുക്കലെത്തുമ്പോൾ വീണ്ടും അലീനനെ ഒന്ന് നോക്കും. അപ്പോൾ അലീനയ്ക്ക് എന്താ അത് ഇങ്ങനെ ആലോചിച്ച് ഒന്നും മനസ്സിലാവണില്ല. പറയും, അങ്കിള് രക്ഷപ്പെട്ടത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ചേച്ചിനെ മറ്റെവിടേക്കും ആക്കാൻ അച്ഛന് ആളെ റെഡി ആയിട്ടുണ്ടെന്ന്. ചേച്ചിക്ക് വിഷമമൊന്നുമില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, എനിക്ക് വിഷമമുണ്ട്, നിങ്ങളെക്കാളും വിഷമമുണ്ട്, പക്ഷെ സഹിച്ചേ പറ്റൂ, കടിച്ചു പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് അലീന സങ്കടത്തോടെ അടുക്കളയിലേക്കും പോവും. മറ്റൊരു 3 പേരും എന്ത് ചെയ്യാനറിയാണ്ട് വിഷമിച്ച് നിൽക്കും. അതിനുശേഷം ബാലചന്ദ്രൻ മുകളിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കും. മനു വരുന്ന അപ്പുറത്ത്. ആ എന്താ മനു എന്ന് ചോദിക്കും. അങ്കിൾ എവിടെയാണെന്ന് ചോദിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ. അങ്കിൾ പോയ കാര്യം എന്തായി? അങ്കിൾ പുനലൂർക്ക് പോയോ എന്ന് ചോദിക്കും. പുനലൂർക്കോ? നീ എങ്ങനെ അറിഞ്ഞതൊക്കെ? ആ അങ്കിൾ നീലഗിരിയിലേക്ക് പോയിട്ടുണ്ടായില്ലേ, അവിടുന്ന് സ്റ്റാൻലി ജോസഫിനെ വീട് അന്വേഷിച്ച് പോയിട്ട് സ്റ്റാൻലി ജോസഫിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രന് ഭയങ്കര അത്ഭുതമാവും. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ അറിഞ്ഞു, സത്യമല്ലേ എന്ന് ചോദിക്കും. ആ സത്യമാണെന്ന് പറയും. നിൻ്റെ വല്യച്ഛൻ വിളിച്ചിരുന്നോ? ഇല്ല, നേരിട്ട് വന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങൾ കണ്ടോ എന്ന് ചോദിക്കും അയാളെന്ന് പറയും. ആ കണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു? അലീനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞോ? അയാൾക്കത് ആലോചിക്കാൻ കുറേ സമയം വേണമെന്ന്. അയാൾ ആലോചിക്കട്ടെ എന്നിങ്ങനെ പറയണ്. അപ്പോൾ വേണ്ടാന്ന് പറയണമെങ്കിലോ എന്ന് ചോദിക്കും. വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അവൾക്ക് ആകെ ഒരു അച്ഛനേ ഉള്ളൂ ഇനി, അത് ഈ ഞാനായിരിക്കും, ബാലചന്ദ്രൻ. സ്റ്റാൻലി ജോസഫ് എന്നുള്ളൊരു പേര് പോലും അവൾ അറിയണ്ട. അപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടാക്കി കൊടുക്കും പറയണ്ടേന്ന് ചോദിക്കും. അറിയും, ആ സമയത്ത് മാത്രം, ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് മാത്രം ഞാൻ അവളോട് പറയുള്ളൂ, നിനക്ക് വേണ്ടപ്പെട്ടൊരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണത്, ഇതാണ് നിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവളവിടെ ഏൽപ്പിക്കും. അവളെ വേണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേരോ അതുപോലെ തന്നെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ബാലചന്ദ്രൻ മാത്രമായിരിക്കും അലീനയുടെ അച്ഛൻ എന്ന് പറയും.
മനസ്സിലായി ഞങ്ങളെ. നീ ഇത് അലീനോട് പറയരുതിട്ടാ, ഒരു സൂചന പോലും കൊടുക്കരുത്. ഇല്ല ഞങ്ങളെ, ഞാൻ പറയില്ല എന്ന് പറയും. ശരി, ഞാൻ വന്ന് കയറിയിട്ടുള്ളൂ, എനിക്ക് കുളിക്കണം, ചായ കുടിക്കണം, ഒന്ന് ഉറങ്ങണം, നല്ല ക്ഷീണമുണ്ടെന്നൊക്കെ പറയും. ശരി ഞങ്ങളെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. പിന്നെ നമ്മുടെ എറണാകുളം പാലയിലാണ് കാണിക്കുന്നത്. മാമച്ചായനും ഗ്രേസമ്മയൊക്കെ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. രേവതിക്കുട്ടി ചായ കൊണ്ടുവരും. പിള്ളേർ പോയിട്ട് വിളിച്ചു നോക്കും. ഇല്ലെന്നേ എന്ന് പറയും. ഒന്ന് വിളിക്കുകയെന്ന് പറയും. അങ്ങനെ വിളിക്കും. അപ്പോൾ രേവതിക്കുട്ടി, കൃഷ്ണമോളാണ് ഫോൺ എടുക്കുന്നത്. ആ രേവതി ചേച്ചി എന്ന് പറയും. ആ എന്താന്ന് ചോദിക്കും. പോയിട്ട് ഒരു വിവരമില്ലല്ലോ, ഒന്ന് വിളിച്ചു പോലില്ലല്ലോ എന്ന് പറയും. ഞാൻ പറഞ്ഞതാണ് അലീന ചേച്ചിയോട് വിളിക്കാൻ, ഈ അലീന ചേച്ചി കൂട്ടാക്കാണ്ടെന്ന് പറയും. അതെയോ? അപ്പോൾ ഇതിനെ അലീന കൃഷ്ണമോളെ ചെവി പിടിച്ച് തിരുമ്പുടി കള്ളം പറയുന്നോന്ന് ചോദിക്കും. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബബിത വരും. രേവതി ചേച്ചി എന്ന് പറയും. ബബിത മോളാണോടി എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്ത്യൻസ് ഭാഷയിലൊക്കെ സംസാരിക്കുന്നത് രണ്ടുപേരും. ആന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കളിച്ച് ചിരിക്കിച്ച് എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ വീരൻ എന്തേന്ന് ചോദിക്കും. വീരനോട് ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് ദേഷ്യം വരും. അലീന പറയുന്നത്, രേവതിക്കുട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു ദിവസം നീക്ക് കേൾക്കും, അതോടുകൂടി നിർത്തും നിൻ്റെ ഈ വീരനുള്ള വിളിയെന്ന് പറയും. ഞാനൊന്നും പറയുന്നില്ല പൊന്നാങ്ങളനെ എന്ന് പറയും. എന്തായാലും അന്വേഷണം പറയാൻ പറയും. അപ്പോൾ കൃഷ്ണമോൾ പറയും വേണ്ട, നേരിട്ട് പറഞ്ഞോളാൻ പറയും. അങ്ങനെ രോഹിത്തിനെ വിളിച്ചു വരുത്തും. ഹലോ വീരാന്ന് പറയും. മരം കൊത്തിയാണോ എന്ന് ചോദിക്കും. അതെ, മരം കൊത്തി തന്നെയാണെന്ന് പറയും. എന്താണ് വിശേഷം, സുഖമല്ലേ എന്ന് ചോദിക്കും. അവിടെ എത്തിയിട്ടൊന്നും വിളിച്ചില്ലല്ലോ, അത് കാരണം കൊണ്ട് വിവരം അറിയാൻ വിളിച്ചാണ്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് എത്തിയെന്ന് പറയും. എന്നാൽ പിന്നെ പോയി നല്ല കുട്ടിയായിട്ട് അടുത്ത ജോലിയൊക്കെ ചെയ്തോ. ശരി, ഉത്തരവ് എന്ന് പറയും. എന്നിട്ട് ഫോൺ വയ്ക്കുമ്പോൾ കൃഷ്ണമോൾ ചെറുതായിട്ടൊന്ന് കളിയാക്കും. നീ ആവശ്യമില്ലാത്തതൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ടാട്ടാന്ന് പറഞ്ഞ് രോഹിത്ത് മുകളിലേക്ക് പോകില്ല, അവിടെ നിൽക്കും. ആ സമയത്ത് കൃഷ്ണമോൾ പോകും. കൃഷ്ണൻ്റെ ഫോണും കൊണ്ട് പോയോ എന്ന് പറയും. അവൾ മുറിയിലേക്ക് പോയി ചേച്ചി എന്ന് പറയും. ഇതാർക്കാ ചായ എന്ന് പറയും. അച്ഛനാണോ? അതെ, അച്ഛനൊരു ചായ കൊടുക്കട്ടെ, അച്ഛൻ വന്നതല്ലേ. അച്ഛൻ ചേച്ചീനെ എവിടെയോ കൊണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ. ചോദിച്ചാൽ പറയും, ചേച്ചി ചോദിക്കുമെന്ന് പറയും. ഞാനൊന്നും ചോദിക്കില്ല മോനെ, എന്തിനാ പറയാനും അറിയാനുള്ള കാര്യങ്ങളാണെങ്കിൽ അച്ഛൻ നമ്മ ചോദിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് പറയുമെന്ന് പറയും. എന്നിട്ട് അലീന മുകളിലേക്ക് പോകും. അങ്ങനെ ചായ കൊണ്ടുപോകണം. ചായ കൊടുക്കും. അച്ഛൻ ഉഷാറായല്ലോ എന്ന് പറയും. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഉഷാറായി, ഒരു നീണ്ട യാത്ര ചെയ്തതല്ലേ എന്ന് പറയും. ചായ കൊടുക്കും. അച്ഛൻ പോയ കാര്യം എന്തായി, ശരിയായോ എന്ന് ചോദിക്കും. ഏതാണ്ടൊരു വിധം ശരിയായെന്ന് പറയും. വലിയൊരു വീടാണെന്ന് പറയും. അതെവിടെയ സ്ഥലം? അത് കുളത്തൂപ്പുഴ എന്ന് പറയും. കുളത്തൂപ്പുഴയോ? അവിടെ ജോലിക്ക് ആളാവശ്യമുണ്ടോ? അവിടെ ജോലിക്ക് ആളാവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ 2 സെർവൻറ്റ്. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം. അവിടെ 2 സെർവൻറ്റ് ഉണ്ട്, 5-6 നായ്ക്കളുണ്ട്, പിന്നെ വീടിൻ്റെ ഉടമസ്ഥനുണ്ടെന്ന് പറയും. സെർവൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാച്ചാ ഞാൻ എന്ന് പറയും. നിന്നെ സ്വീകരിക്കാൻ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞോന്ന് പറയും. ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞ്. ഇതെന്ത് കഥ അച്ഛാ, ജോലിക്ക് ആളാവശ്യമില്ലാത്ത വീട്ടിൽ എന്നെ അടിച്ചേൽപ്പിക്കണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, അവൾക്കെന്താ അവിടെ ഞാൻ നോക്കിയിട്ട് നിനക്ക് പറ്റിയ സ്ഥലം അതാണ്, നിനക്ക് വേണ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നിനക്ക് ചെന്ന് നിൽക്കാൻ ഏറ്റവും യോഗ്യത ഉള്ള സ്ഥലമാണ് മോളെ, നിനക്ക് നല്ല സുരക്ഷിതമുണ്ട് അവിടെ, അതുകൊണ്ടാണ് നിന്നെ ഞാൻ അയാൾക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കണ അയാളെന്ന് പറയും. അച്ഛൻ പറയണൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയും. ആളെ വേണ്ടാത്ത വീട്ടിലേക്ക് എന്നെ എന്തിനാ കൊണ്ടാക്കണത്, അതും അവിടെ. അപ്പോൾ ആൾക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലേന്ന് ചോദിക്കും. അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാവും മോളെ എന്ന് പറയും. നോക്കട്ടെ, അവിടെ വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാമെന്ന് പറയും. എന്ന് പറഞ്ഞിങ്ങനെ ബാലചന്ദ്രൻ ഭയങ്കര വിഷമത്തോടെ അലീനനെ നോക്കുന്നുണ്ട്. അലീനയ്ക്ക് നല്ല ടെൻഷനും വിഷമമുണ്ട് പോകുന്ന കാര്യത്തിലാണ്. പക്ഷെ ആ വീട്ടിൽ നിന്ന് പോകാണ്ടും പറ്റില്ലല്ലോ. പിന്നെ കാണിക്കുന്നതൊക്കെ പ്രമോഭാഗങ്ങളാണ്. അപ്പോൾ മനു അലീനനെ വിളിക്കുന്നുണ്ട്. അലീനനെ വിളിച്ചിട്ട് പറയും, എനിക്ക് എന്തോ ഒരു നല്ല ടെൻഷൻ, നീ അകന്നു പോകുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും മനു പറയില്ല. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഒരിക്കലും അകന്നു പോകില്ല, ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട് മനുവേട്ടൻ്റെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ ബബിത ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചിനെ കൊണ്ടാക്കാനുള്ള സ്ഥലം അച്ഛൻ കണ്ടെത്തിയെന്ന് തോന്നുന്നുണ്ടല്ലോ, അപ്പോൾ ചേച്ചി പെട്ടെന്ന് പോകും അവിടെ നിന്ന് ചോദിക്കും. പോകണ്ടേ പിന്നെയെന്ന് പറയും. ചേച്ചി പോയാൽ പിന്നെ അമ്മ അങ്ങോട്ട് വരികയായിരിക്കുമല്ലേ എന്ന് ചോദിക്കും. അതൊന്നും എൻ്റെ വിഷയമല്ല എന്നിങ്ങനെ ബാലചന്ദ്രൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും അലീന പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ബബിതയ്ക്ക് ഇനി ഏറ്റവും കൂടുതൽ സങ്കടം പിറ്റേ ദിവസം കോളേജിലേക്ക് പോകുന്ന ബബിത
ആദ്യമായിട്ട് അങ്ങനെ അലീനയോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും പുറമേ പ്രകടിപ്പിക്കാത്ത ബബിത അലീനനെ കെട്ടിപ്പിടിച്ചിട്ട് കവളത്ത് ഇങ്ങനെ ബലമായി പിടിച്ച് ഉമ്മം വയ്ക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പോണെന്ന് പറയുന്നതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം, അലീനയ്ക്ക് ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ വരുന്നു. ഭയങ്കര അത്ഭുതം, സ്നേഹം പ്രകടിപ്പിക്കാറില്ലല്ലോ അതുകൊണ്ട് തന്നെ. എന്തായാലും അലീനയ്ക്ക് അത് ഭയങ്കര സങ്കടമുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടാണ് അലീന അത്ഭുതത്തോടെ നമ്മുടെ ബബിതനെ നോക്കി നിൽക്കുന്നതാണ് ലാസ്റ്റ് ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.